ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളാണ്, കേസ് നടക്കുന്നില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളാണ് പുറമേ നടക്കുന്നത്. ഇവരുടെ തമ്മിൽ തല്ല്, ഇവരുടെ തുറന്നു പറച്ചിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞതുകൊണ്ട് ഒരു ലീഡറും അവരുടെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അത് എപ്പോഴാണ് എന്ന് മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ. അതിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ പോവുകയാണെങ്കിൽ അവരെ തടയാൻ വേണ്ടി HCRSൻ്റെ ആൾക്കാരും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായിട്ട് അറിയുന്നത്. എന്തായാലും ഈ 2 വർഷം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയും കേസ് നടത്തിയും ആൾക്കാരെ നൈസായി പറ്റിച്ചു എന്ന് പറ്റിക്കപ്പെട്ടവരും പറ്റിച്ചവരും തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. 2 വർഷമാണ് ഇവർ ഞങ്ങളെ പറ്റിച്ചത്. ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കേസ് എത്രയും പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് വേണ്ട രീതിയിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച് അതിൻ്റെ നടപടികളൊക്കെ എടുക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ അയവിറക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെ. നമുക്കറിയാം, ഈ കമ്പനിക്കെതിരെ കേസ് വന്ന സമയത്ത് ഹൈറിച്ചിൻ്റെ ഏറ്റവും വലിയ ലീഡറായ ജിനിൽ ജോസഫ് പറഞ്ഞിരുന്നത് വെറും 3 ദിവസം 10 ദിവസം ഡിസംബർ 25-ാം തീയതി, ജനുവരി 1 അല്ലെങ്കിൽ ജനുവരി 19, ഫെബ്രുവരി 1, അങ്ങനെ ഓരോ മാസവും ഓരോ ദിവസങ്ങൾ പറഞ്ഞ് ഈ കേസ് തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ തള്ളി നീക്കി 2.5 വർഷമാണ് ഇവർ കേസ് തള്ളി നീക്കിയിരുന്നത്. എന്നാൽ ഈ 2.5 വർഷം കൊണ്ട് ഇവർക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും ഇവരുടെ അക്കൗണ്ടുകളുടെ എല്ലാ തുകകളും ട്രഷറിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കോ മാറാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാൽ ഇത് കമ്പനിക്ക് യാതൊരു തരത്തിലും അവകാശപ്പെട്ട പണമല്ല. ഇത് ജനങ്ങളുടെയും മറ്റ് നിക്ഷേപകരുടെയായ ജനങ്ങളുടെ പണമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ആ പണമൊക്കെ ട്രഷറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു സൂചനയാണ്. പക്ഷേങ്കിൽ ഇവർ അതിനെയും വളച്ചൊടിക്കുകയാണ്. കമ്പനിക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത്. കമ്പനിക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. കമ്പനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത്. ജഡ്ജ് അത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ വീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് FIR ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല എന്നാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. അത് നിയമത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇത് ബഡ്സ് ആക്ട് ആയതുകൊണ്ട് തന്നെ ക്ലെയിം പെറ്റീഷനും ക്ലെയിമൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് FIRൻ്റെ ആവശ്യമുണ്ട്. ഇത് കോടതി മുഖാന്തരമാണ് നമുക്ക് പണം കിട്ടുക. അതുകൊണ്ട് തന്നെ കോടതിയിൽ പോലീസിൻ്റെ റിപ്പോർട്ട്, FIR എല്ലാം തന്നെ ആവശ്യമാണ്. അല്ലാതെയുള്ള ക്ലെയിമുകളെ ബിനാമി ആരോപണം വെച്ച് തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് വെറും 30,000 പോയ ആൾക്കാർ പോലും FIR ഇടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ പറ്റിച്ച കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് പണം നഷ്ടപ്പെടാൻ വേണ്ടി, അവർ മരിച്ചു പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ ചില തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക. നിരവധി ആൾക്കാരാണ് വളരെ കഷ്ടപ്പാടിൽ കിടക്കുന്നത്. അവരെയൊക്കെ കഷ്ടപ്പാടിലാക്കിയത് ഈ കേസ്, ഈ ഫണ്ടുകൾ വാങ്ങി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി 3 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് വാങ്ങിയ ഈ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റേ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നവരുടെ വാക്ക് കേൾക്കുന്നതിന് തുല്യമാണ്.
നിങ്ങളൊക്കെ ഈ കമ്പനിയിൽ കൊടുത്തത് ഇൻവെസ്റ്റ്മെൻ്റാണ്. ബാങ്കുകളേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് കരുതിയാണ് എല്ലാവരും തന്നെ ലോൺ എടുത്തും കിടപ്പാടം വിറ്റും സ്വർണം വിറ്റും ഒക്കെ ഇതിൽ കൊണ്ടിട്ടത്. എന്നിട്ട് അവർ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങളുടെ പണം പോകാനുള്ള ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം തന്നെ കമ്പനിക്ക് ചെലവിന് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ കമ്പനിയോട് ഹൈക്കോടതി പറഞ്ഞത് അതിന് നിങ്ങൾ സെഷൻസ് കോടതിയിൽ പോയി അപേക്ഷിക്കൂ എന്നാണ്. അതുപോലെ തന്നെ ആർക്ക് തന്നെ പണം വേണമെങ്കിലും നിങ്ങൾക്ക് സെഷൻസ് കോടതിയിൽ ആപ്ലിക്കേഷൻ ഇട്ട് സെഷൻസ് കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിടിച്ചു വെച്ച പണത്തിൽ നിന്ന് പണം റിലീസാക്കി കിട്ടുന്നതാണ്. അതിന് പക്ഷേ ഒരു ബോണ്ട് നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരികെ കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമുള്ളൂ. ഈ കമ്പനിയിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടി, നിങ്ങളുടെ പണം ലഭിക്കാൻ വേണ്ടി ഈ കേസ് തീരേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിരവധിയായ അനുഭവങ്ങൾ അത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ട്. കാറ് വിറ്റും വീടുകൾ ജപ്തി ചെയ്തും ഒക്കെ ആണ് ഇത്തരത്തിൽ പണം കൊടുക്കുന്നത്. നമ്മുടെ പണമാണ് എന്ന് സമർത്ഥിക്കുക എന്നുള്ളതാണ് അതിൽ മുഖ്യം. അല്ലാതെ എണ്ണിയാൽ ഒടുങ്ങാത്ത തട്ടിപ്പുകൾ ചെയ്ത് മറ്റുള്ളവരുടെ ഭാര്യയെ വിളിച്ച് രാത്രി സൊള്ളിക്കൊണ്ടിരിക്കുന്നവൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ കുഴി തോണ്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത്, പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് സർക്കാരാണ്, സർക്കാരിൻ്റെ വക്കീലാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ വെറും മാസങ്ങൾക്കപ്പുറം എല്ലാവർക്കും തന്നെ മനസ്സിലായി ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് കമ്പനിയുടെ CEO തന്നെയാണ്, അല്ലെങ്കിൽ കേസ് നടത്തുന്ന വക്കീലന്മാർ തന്നെയാണ് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ കേസ് നീട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ ലീഡർമാർ കഷ്ടത്തിലാവും എന്നുള്ളതാണ്. ലീഡർമാരൊക്കെ വളരെ പേടിച്ചിരിക്കുകയാണ് ഇതെപ്പോൾ ഈ കേസ് തീരും എന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഈ കേസ് തീരാതിരിക്കാൻ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ED കേസിനെ പോലും ഭയമില്ലാതെയാണ് ഇതിലെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയ ലീഡർമാരൊക്കെ നടക്കുന്നത്. അവർ പറയുന്നത് ഈ കേസ് തീരാൻ വർഷങ്ങളെടുക്കും, അപ്പോഴേക്കും ഇതിൽ നിക്ഷേപകരാരും തന്നെ ബാക്കിയുണ്ടാവില്ല, അവർക്ക് താല്പര്യമുണ്ടാവില്ല എന്നാണ്. അതുതന്നെയാണ് ലീഡർമാരുടെ രക്ഷ. വർഷങ്ങൾ നീണ്ടുപോയി കഴിഞ്ഞാൽ ആരും തന്നെ ഈ കേസിനെ തിരിഞ്ഞു നോക്കില്ല, ആരും തന്നെ ക്ലെയിമുമായി ചെല്ലില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കും തന്നെ ലീഡർമാർക്ക് പണം കൊടുക്കേണ്ടിയും വരില്ല. പേരിന് ഒരു കേസ് എവിടെയെങ്കിലും നടത്തിക്കൊണ്ടുപോയാൽ മതി. അതാണ് ലീഡർമാരുടെ പദ്ധതി. അത് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.